ചെയ്തിരുന്നത്. എന്താണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ നേരിട്ടത് അമ്പിയാക്കന്മാരാണ്, പ്രവാചകന്മാരാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ അത് തരണം ചെയ്തുകൊണ്ട് നിരാശയില്ലാതെ അവർ മുന്നോട്ട് നയിക്കാൻ പ്രേരണയായത് എന്താണ്, അവരെന്താണ് അത്തരം സിറ്റുവേഷനിൽ അവരെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തു അംബിയ, അതിലെ അംബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്മാരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ അർത്ഥം. ആ സൂറത്തു അംബിയ ഈ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. നൂഹ് നബിയെ കുറിച്ച്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, അങ്ങനെ ഒട്ടനവധി പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അംബിയയിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാമത്തേത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അഗ്നികുണ്ഡാരത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രിയമുള്ളവരെ, വല്ലാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു, വല്ലാത്ത ഒരു പരീക്ഷണമായിരുന്നു അത്. അത്തരം പരീക്ഷണങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നോക്കൂ നിങ്ങൾ, അവിടുന്ന് കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹനെന്നും അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നുള്ള കൃത്യമായ തൗഹീദ് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ, സ്വർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചതിന്റെ പേരിൽ, അതേപോലെ തന്നെ യഥാർത്ഥ ആദർശം പറഞ്ഞതിന്റെ പേരിൽ, സത്യം ആളുകൾക്ക് മുമ്പിൽ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുക്കിയത് വലിയ തീക്കുണ്ടാരമായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂറത്തു അംബിയയിലെ 68, 69 അതേപോലെ തന്നെ 70, 71 ആയത്തുകളിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. ഖാലു ഹർഖൂഹു വൻസുറു ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ. നിങ്ങൾക്ക് വല്ലതും ചെയ്യാനാകുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹർഖൂഹു, നിങ്ങൾ ഇബ്രാഹിമിനെ കരിച്ചു കളയണമെന്ന് അവരോട് പറയുകയാണ് സമൂഹം. അതേപോലെ തന്നെ വൻസുറു ആലിഹതകും, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് അവർ പറഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് പ്രായം എന്ന് പറയുന്നത് 16 വയസ്സാണ്. 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ, തന്റെ ബാബിലോണിയയിലെ സമരവീര്യൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ നേരിട്ട ചരിത്രം, അതിനെ നേരിട്ടത് എങ്ങനെയാണ് എന്ന് തൊട്ടടുത്ത ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചതിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, നേരിട്ട് പോലും അതിലേക്ക് അടുക്കാൻ കഴിയാത്ത അത്രക്കുള്ള വലിയ തീക്കുണ്ടാരമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് വേണ്ടി അവർ കത്തിച്ചിരുന്നത്. ദിവസങ്ങളോളം അത് കത്തിച്ചിരുന്നു എന്ന് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. തഫ്സീറുകൾ നമുക്ക് പരിശോധിക്കുകയാണ് എങ്കിൽ നമുക്ക് കാണാൻ